കൊച്ചിനെ തോട്ടിലൊഴിക്കുക, കുന്തിയുടെ കഥയ്ക്കകത്ത് നമ്മൾ ഇപ്പൊ കുട്ടിയെ തല്ലിക്കൊല്ലുന്ന പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നുള്ള ഞാനാണോ ഈ കഥയൊക്കെ കണ്ടുപിടിച്ചത്? ബൈബിളിനകത്ത് എത്ര കുഞ്ഞുങ്ങളെ കൊന്ന രാജാവിനെ പറ്റി പറയുന്നില്ലേ? കംസനെ പറ്റി പഠിപ്പിക്കുന്ന നാടല്ലേ ഇത്? നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചോ, ആർക്ക് വേണം എന്നത്? ഈ കഞ്ചാവ് മുഴുവൻ വെക്കുന്ന ഈ ദൈവമാണ്. ആരംഭിച്ചവരും ഓതേനും കൂടെ വെട്ടിച്ചാകുന്നത് വേറെ വല്ല കുടുംബത്തിലെ വഴക്ക് തീർക്കാനാണ്. ഇത് എന്നിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. വയലൻസ് ഇപ്പൊ കണ്ടുപിടിച്ചതല്ലേ? വയലൻസ് കുറഞ്ഞ് ഇത്രയധികം മനുഷ്യർ തെക്കും തിരക്കും കാരണം കൊണ്ട് ജീവിക്കാൻ, റോഡ് കടങ്ങാൻ നടക്കാൻ വയ്യാത്ത അത്രയും മനുഷ്യരാ. എല്ലാവരും റേഷനൊക്കെ കിട്ടുന്നില്ലേ? നല്ല വീട്ടിൽ താമസിക്കുകയല്ലേ? എന്ത് കുഴപ്പമാണെന്ന് നിങ്ങൾ പറയുന്നത്? എനിക്ക് 20 വയസ്സായി. 18ാമത് വയസ്സ് ഞാൻ അവർക്ക് കത്തെഴുതി കൊടുക്കുന്നുണ്ട്, എന്റെ പണി തീർന്ന്. ഇനിയും തൊട്ട് നിന്റെ സ്വന്തം ജീവിതത്തിന് ആരംഭിക്കണം. അത് എന്ത് ചെയ്യണം? 20 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ രാജിവെക്കുന്നത്. ജയശ്രീ ഉപേക്ഷിക്കുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുടുംബം പിരിച്ചുവിട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കുടുംബത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുട്ടിയെ വളർത്തുന്ന പണിയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ കടക്കഴവന്മാരാ. കുട്ടി വളർന്ന് പുറത്തു പോയ കുട്ടികൾ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുന്ന മനുഷ്യരാണ് ഈ നാട് മുഴുവനുള്ളത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വശത്തോടെ പറയുകയും ജീവിക്കാൻ പറ്റാതാക്കുകയും ചെയ്തിട്ടിരിക്കുന്ന സംഘർഷം ഇഷ്ടം പോലെ ഉണ്ട്. സകല സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഹൈറ്റൻ ചെയ്യാൻ, കൂട്ടാൻ വേണ്ടി കഞ്ചാവ് വലിച്ചിരിക്കുന്ന സ്വാമിമാരേ ഉള്ളൂ. ആ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങിയ ഈ തുണിയില്ലാത്തവന്മാർ മുഴുവനും മദ്യം ലോകത്തുള്ള സകല പ്ലെയിനിലും കൊടുക്കും. ട്രെയിനിൽ കുടിച്ചാൽ നമ്മളെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ദരിദ്രവാസി കുടിച്ചുവിടാന്നുള്ള മാത്രമേ അർത്ഥമുള്ളൂ. നിങ്ങൾ നിരോധിച്ചാൽ അത്രത്തോളം വിൽക്കപ്പെടും. കുടുംബം എന്ന് പറയുന്നത് തീർന്നും തിരിച്ചറിഞ്ഞ് ചുറ്റുപാടുമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് ഇടപെട്ട് ജീവിക്കുന്നതാണ് പിന്നെ ചെയ്യേണ്ടത്. അല്ലാതെ ഇല്ലാത്ത ആവശ്യമില്ലാത്ത ഒരു കുടുംബം തുടരുന്നതിന് ശ്രമിക്കുന്നത് വഴിയാണ് അർത്ഥശൂന്യമായ ജീവിതത്തിൽ ഈ വയസ്സരായ ആൾക്കാർ മുഴുവൻ ഇരിക്കുന്നത്. മൈത്രേന്റെ കനിയിലേക്ക് വരുവാണെങ്കിൽ മൈത്രേൻ പറഞ്ഞു 20ാമത്തെ വയസ്സിൽ കുടുംബം പിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പിരിച്ചുവിടുന്നതിനുള്ള റീസൺ എന്തായിരുന്നു? ഞാൻ പറഞ്ഞത് പ്രായമായവർ സാമൂഹ്യ പ്രവർത്തനം നിർത്തേണ്ടതുണ്ട്. എനിക്ക് മറവികൾ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു 55 വയസ്സ് തന്നെ അടുത്തായി. അപ്പോൾ അങ്ങനെ എഫിഷ്യൻസി കുറഞ്ഞു. അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുന്നവർ, സാമൂഹ്യ പ്രവർത്തകരായിരിക്കുന്നവര് മരിക്കുന്നവരെ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരുമാണ്. അധ്യാപകര് പിരിയണം, ജഡ്ജിമാര് പിരിയണം, എഞ്ചിനീയർമാര് പിരിയണം. ഇവരെല്ലാവരും റിസൈൻ ചെയ്ത് വീട്ടിൽ പോകണം. രാഷ്ട്രീയ പ്രവർത്തകരുമാർ അവരെ പിരിച്ചുവിടാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണത്. അപ്പൊ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിരിച്ചുവിടാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വയം പിരിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രായമായ ഞാൻ പിരിയുകയാണ്. എന്റെ പീക്ക് ഞാൻ കടന്നിരിക്കുന്നു. എന്നെ പോലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ പിരിയണം. ഞാൻ അന്ന് പിരിഞ്ഞു പോയപ്പോൾ തൊട്ടിരിക്കുന്നവന്മാർ ഇപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാം ഇരിപ്പുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഥ പറയുന്നവന്മാരാവന്മാർ വഴിയാണ്. ബാക്കിയുള്ള എല്ലാവരും എന്തുകൊണ്ടാണ് പിരിയേണ്ടി വരുന്നത്? എഫിഷ്യൻസി കുറഞ്ഞു എന്നുള്ള അറിയാമല്ലോ. പിന്നെന്താണ് രാഷ്ട്രീയക്കാർക്ക് അത് ബാധിക്കാത്തത്? സാഹിത്യകാരന്മാരും സാമൂഹിക പ്രവർത്തകർക്ക് അത് ബാധിക്കാത്തത്? ഇവർക്കെല്ലാം ബാധിക്കുന്നുണ്ട്. അവരുടെ പീക്ക് കടന്നിട്ട് ഒന്നും നല്ലതൊന്നും എഴുതത്തുമില്ല, ഒരു കവിത എഴുതത്തില്ല, ഒരു പ്രവർത്തനവും ചെയ്യുന്നുണ്ടാകത്തില്ല. വെറുതെ പഴയ സാധനവും പറഞ്ഞ് കടക്കഴവന്മാരാണ് ഈ സാമൂഹികമായിട്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞ കടക്കഴവന്മാരാ. അതിന് ഞാൻ എൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് ഞാൻ അവിടുന്ന് മാറി നിൽക്കുകയാണ്. ഇത് കണ്ടെങ്കിലും ആൾക്കാരത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുത്തം ചെയ്തിട്ടില്ല. ഇപ്പം ചർച്ച തുടങ്ങിയിട്ടുണ്ട്. 75 വയസ്സിനൊക്കെ അപ്പുറത്തോട്ട് കഴിയുന്നവരൊക്കെ ഇനിയിപ്പോ ഇലക്ഷന് നിൽക്കണ്ടെന്നൊക്കെ പറയുന്ന കഥയൊക്കെ പറയും. പക്ഷെ അപ്പോഴും അത് പറഞ്ഞിട്ട് നേതാവ് അവിടെ തന്നെ തുടരും. അതാണ് രസം. കൂടെ നിൽക്കുന്നവരെ ഒഴിവാക്കാനുള്ള ടെക്നിക്കായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. മോദി അദാനി പ്രായമായ അതുകൊണ്ട് അവിടെ നിൽക്കുന്നവർ എന്ന് പറച്ചിലും പറഞ്ഞിന്. ഇവിടെ ശൈലജ പോണ്ട, ഞാൻ തന്നെ ഇരുന്നാൽ മതി, 2 തവണ ഉള്ളവരെല്ലാം നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ 3-ാം തവണ ഇങ്ങനെ എങ്ങനെ ആയിരിക്കും? ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അവരവരുടെ അധികാരം ഉറപ്പിക്കുന്ന ഈ പണി ചെയ്യരുതെന്ന് പറയുന്നതാണ് ഒരെണ്ണം ചെയ്തത്. 2, പ്രവർത്തനം കൊണ്ട് സാമൂഹികമായിട്ടുള്ള ഗുണം നമ്മൾ വളർത്തിക്കുന്നു. വ്യക്തികളുടെ ജീവിത നിലവാരം ഉയർത്തുമ്പോൾ ഒരു സമൂഹം എന്നുള്ള നിലവാരത്തിൽ ധാരാളം പാരിസ്ഥിതികമായ പ്രശ്നം ഉണ്ടാക്കും. അപ്പം മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ. അതുകൊണ്ട് അതിനൊരു ഉത്തരം അന്ന് എനിക്ക് ഇല്ലായിരുന്നു ഞാൻ രാജിവെക്കുമ്പോൾ. അപ്പം ഒരു ക്രൈസിസ് ഫിലോസഫിയിലെ ജീവിതത്തിന് രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ടായി. അതുണ്ടായതെന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. പക്ഷെ ഭൂമിയുടെ പരിസ്ഥിതി മുഴുവൻ തകർക്കുന്ന ഒരു പ്രശ്നമായിട്ട് അത് മാറുന്നുണ്ട്. അപ്പൊ ഇതിനെങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടതെന്ന് അന്ന് അറിഞ്ഞോളൂ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കേണ്ട, അതുകൊണ്ട് മരവും നട്ട് ജീവിക്കാം എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഹിമാചലിൽ പോയി 500 മരം വെച്ച് പിടിപ്പിക്കുന്ന പണിയിൽ ഏർപ്പെടുക എന്നാണ് ചെയ്തത്. ഈ രാജി വെച്ച് പോയപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത്
ആളുകൾ എന്നോട് ചോദിച്ച് അപ്പൊ ഈ കനിയും ജയശ്രീയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് ആ പണിയും തീർന്നതാണ്. കനിക്ക് 20 വയസ്സായി, 18ാമത്തെ വയസ്സിൽ ഞാൻ അവൾക്ക് കത്തെഴുതി കൊടുക്കുന്നുണ്ട്, എന്റെ പണി തീർന്ന്, ഇനിയും തൊട്ട് നിന്റെ സ്വന്തം ജീവിതത്തിന് ആരംഭിക്കണം, അത് എന്ത് ചെയ്യണം, എനിക്ക് പറയാനുള്ള കാര്യം, എനിക്ക് ചെയ്യേണ്ട പണി തീർന്നിട്ടുണ്ട്. ഒരു 3-4 ലോക രാജ്യമായതുകൊണ്ടാണ് 2 വർഷം കൂടെ നമ്മൾ സപ്പോർട്ട് കൊടുത്തത്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. 20 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ രാജിവെക്കുന്നത്. രാജിവെക്കുമ്പം ജയശ്രീ ഉപേക്ഷിക്കുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കുടുംബം പിരിച്ചുവിട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കുടുംബത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുട്ടിയെ വളർത്തുന്ന പണിയാണ്. അത് തീർന്ന ഒരാൾ പിന്നെ എന്തു വേണേ നടത്തിക്കൊണ്ടിരിക്കുന്നേ? ലോകത്തിൽ ഏതെങ്കിലും ഒരു കാക്കയോ കിളിയോ കിളി എന്നുള്ള ഒരു നമ്മൾ കൂട് വെക്കുന്നതാണ്, ഏതെങ്കിലും കുഞ്ഞ് പറന്നു പോയതിനു ശേഷം കൂട് നോക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ അത് മനസ്സിലാക്കിയാൽ മതി. 20ാമത്തെ വയസ്സിൽ അവക്ക് തന്നെത്താൻ ചെയ്ത് പ്രവർത്തിച്ച് ജീവിക്കാൻ പറ്റുന്നതിന് ശേഷം പിന്നെ എന്തു ഞാൻ ചെയ്യുന്നേ? കുടുംബം എന്ന് പറഞ്ഞ് നടത്തുന്ന സാധനം നടത്തേണ്ട ആവശ്യമില്ല. വ്യക്തിഗതമായ ഇഷ്ടത്തോടെ നമുക്ക് കൂട്ടുകാരായിട്ട് ജീവിച്ചാൽ മതി, പിന്നെ കുടുംബം ആവശ്യമില്ല. കുട്ടി വളർന്ന് പുറത്തു പോയ കുട്ടികൾ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുന്ന മനുഷ്യരാണ് ഈ നാട് മുഴുവനുള്ളത്. അവരൊരിക്കലും തിരിച്ചു വരത്തില്ല, വരാൻ കഴിയില്ല. ആധുനിക വിദ്യാഭ്യാസം നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. അവരെങ്ങനെ തിരിച്ചു വരും? എഞ്ചിനീയർ വീട്ടിൽ വന്ന് പാലം പണിയാൻ പറ്റുമോ? വക്കീല് വീട്ടിൽ പോയിട്ട് എന്തുവാ ചെയ്യുന്നത്? വാദിക്കുവോ? ഇതൊക്കെ ലോകം മാറിപ്പോയ കാര്യം അറിയേണ്ടതുണ്ട്. കുട്ടികൾ തിരിച്ചു വരാൻ കഴിയില്ല. അല്ല അമ്മയും അച്ഛനെ ഉപേക്ഷിച്ച് പോവുകയല്ല, വിദ്യാഭ്യാസം കൊടുക്കുന്ന കുട്ടികൾ വീട് വിട്ടു പോകും. ഇത് കാരണമാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു കാര്യം കൊണ്ട് ഈ കുടുംബം എന്ന് പറയുന്നത് തീർന്നെന്ന് തിരിച്ചറിഞ്ഞ് ചുറ്റുപാടുമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് ഇടപെട്ട് ജീവിക്കുന്നതാണ് പിന്നെ ചെയ്യേണ്ടത്. അല്ലാതെ ഇല്ലാത്ത ആവശ്യമില്ലാത്ത ഒരു കുടുംബം തുടരുന്നതിന് ശ്രമിക്കുന്നത് വഴിയാണ് അർത്ഥശൂന്യമായ ജീവിതത്തിൽ ഈ വയസ്സരായ ആൾക്കാർ മുഴുവൻ ഇരിക്കുന്നത്. പക്ഷേ മൈത്രേയൻ ഈ ഒരു കാര്യം പറഞ്ഞു, 20 വയസ്സാകുമ്പോൾ പിരിച്ചുവിട്ട് അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നോളജും കാര്യങ്ങളും ആയ ശേഷമാണ് ഈ പിരിച്ചുവിടുന്നത് പറഞ്ഞു. പക്ഷേ നമ്മളൊരു കുട്ടിയെ ഉണ്ടാക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ വളർച്ച, പിന്നെ അതിനുശേഷം അവരുടെ ഒരു പാരന്റിങ് എന്ന് പറഞ്ഞൊരു സംഭവം, പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ പ്രശ്നങ്ങൾ ഇപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുട്ടി അമ്മേനെയും അച്ഛനെയും അല്ല അമ്മേനെയും ബ്രദറിനെയും ഒക്കെ ആക്രമിച്ചിട്ട് ബ്രദർ മരിച്ചത്, അങ്ങനെ കുറച്ച് ന്യൂസസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പാരന്റിങ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ മൈത്രേയൻ കൊടുക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇത് ഈ പറയുന്ന ഇൻസിഡന്റ് ഒക്കെ എല്ലാ വീട്ടിലും എല്ലാവരും മക്കളെല്ലാവരും അമ്മ അച്ഛനെ അടിച്ചു കൊല്ലുകയാണെങ്കിൽ ഞാൻ എടുക്കാം. ഇതുപോലത്തെ ഇൻസിഡന്റ് ലോകത്ത് എന്നും ഉണ്ട്. അമ്മയെ കൊന്ന വിശ്വാമിത്രനെ പറ്റിയാണല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇതെന്താ അമ്മയെ കൊന്ന ആദ്യത്തെ സംഭവമാണ്. കൊച്ചിനെ തോട്ടിലൊഴിക്കുക, കുന്തിയുടെ കഥയ്ക്കകത്ത് നമ്മള് ഇപ്പൊ കുട്ടിയെ തല്ലിക്കൊല്ലുന്ന പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോ ഇതൊക്കെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നുള്ള ഞാനാണോ ഈ കഥയൊക്കെ കണ്ടുപിടിച്ചത്? ബൈബിളിനകത്ത് എത്ര കുഞ്ഞുങ്ങളെ കൊന്ന രാജാവിനെ പറ്റി പറയുന്നില്ലേ? കംസനെ പറ്റി പഠിപ്പിക്കുന്ന നാടല്ലേ ഇത്? ഇതൊക്കെ ഇത് ഇപ്പൊ ഉണ്ടായ പ്രശ്നമായിട്ടാണോ പറയുന്നത്? പാരന്റിങ് അല്ല ഇതിന്റെ. ഇത് അങ്ങനൊന്നും അല്ല, ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. അതിങ്ങനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തോ പേരന്റിങ്, നിങ്ങൾ 5 കുട്ടികളെ വളർത്തി 5 കുട്ടികളെ 5 തരത്തിയിരിക്കും. അത് പേരന്റിങ് ഒരുപോലെ ആക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ചെയ്തിട്ടല്ല അതൊക്കെ. നമുക്ക് എല്ലാം ജയിലൊക്കെ നമ്മളിപ്പോ കണ്ടുപിടിച്ചാന്നോ? എന്തിനാണ് ജയിലൊക്കെ? ഈ അമ്മയും അച്ഛന്മാരും മക്കളും എല്ലാം തമ്മിൽ വെട്ടിക്കൊല്ലുന്ന കാരണം കൊണ്ടല്ലയോ മഹാഭാരത കഥ മുഴുവനും കുടുംബങ്ങളെ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് യുദ്ധം ചെയ്തതാ. എന്നിട്ടാണ് നമ്മുടെ പറഞ്ഞ് ഇപ്പൊ കുടുംബത്തിൽ ഭയങ്കര അടിയാണെന്ന്. അയ്യോ, ആരംഭിച്ചവരും ഓയാനും കൂടെ വെട്ടിച്ചാകുന്നത് വേറെ വല്ല കുടുംബത്തിലെ വഴക്ക് തീർക്കാനാണ്. ഇത് എന്നിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കി, ഇതെന്ത് ഈ പറയുന്ന ഈ ആൾക്കാര്? ജാതിപരമായിട്ട് റോഡിൽ നടക്കാൻ പറ്റാതിരുന്ന ഒരു സമൂഹമല്ലേ ഇത്? ഇവിടെ ഭയങ്കര കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ശൂലത്തെ കുത്തി ഈ നാട് മുഴുവൻ നിർത്തിയിട്ടുള്ള രാജാക്കന്മാരുള്ള രാജ്യമല്ലേ ഇത്? ഇത് ആരോട് പറയും ഇതൊക്കെ? വയലൻസ് ഇപ്പൊ കണ്ടുപിടിച്ചതല്ലേ? വയലൻസ് കുറഞ്ഞ് ഇത്രയധികം മനുഷ്യർ തെക്കും തിരക്കും കാരണം കൊണ്ട് ജീവിക്കാൻ, റോഡിൽ ഇറങ്ങാൻ നടക്കാൻ വയ്യാത്ത അത്രയും മനുഷ്യരാ. എന്നിട്ടാണ് ഈ ഭയങ്കര കുഴപ്പങ്ങളോടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. എല്ലാവരും റേഷനൊക്കെ കിട്ടുന്നില്ലേ? നല്ല വീട്ടിൽ താമസിക്കുകയല്ലേ? എന്ത് കുഴപ്പമാണെന്ന് നിങ്ങൾ പറയുന്നത്? ഊതിപ്പെരുപ്പിച്ച പ്രശ്നങ്ങളാണ് ഈ പറയുന്ന മുഴുവനും. പറഞ്ഞാൽ അനുസരിക്കാത്ത പിള്ളേർ ഇപ്പോൾ എന്താണ് വടി വെച്ച് അടിക്കണമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും കഴുതകളെ അടിക്കുക എന്ന് കഴിഞ്ഞാൽ മനുഷ്യനെ ദ്രോഹിക്കാനായിട്ട് വേണ്ടി കുട്ടിയായിരിക്കുന്ന കാരണം കൊണ്ട് മാത്രം. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു വെള്ളത്തിൽ ചാടി കളിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുത്തനിങ്ങനെ വന്നിട്ട് നീ അവിടുത്തെ കുട്ടിയല്ലേ എന്ന് ചോദിക്കും. ആണ്.
കേരളായും കിട്ടുന്നു പറഞ്ഞാൽ പിടിച്ച് രണ്ടടിയിൽ നിന്ന് അവിടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ചാടുക ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അടിയിൽ നിന്നു കൊണ്ടുപോയി വയ്യ പോകുന്നവനെല്ലാം അടിക്കും. അവിടെ നിന്നൊക്കെ മാറി മര്യാദയുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറിയ കാലത്തായി ഉള്ളത്. അവിടെ എവിടെയും ഇതിപ്പോ നമ്മളൊരു പത്രം എടുത്തോ, ന്യൂസ് എടുത്തോ, ന്യൂസ് വാല്യൂ എന്ന് പറഞ്ഞ സാധനം എന്തുവാണ്? വീട്ടിൽ വന്നത് മാത്രമാണെന്ന് ഇവന്മാർ കണ്ടുപിടിച്ച വഴിയല്ലേ. ഓസ്ട്രേലിയ നടക്കുന്നത്, റഷ്യ നടക്കുന്നത്, അമേരിക്ക നടക്കുന്നതും, ഡൽഹി നടക്കുന്നതും, തിരുവനന്തപുരത്ത് നടക്കുന്നതും, കൊച്ചി നടക്കുന്നതും എല്ലാം കൂടെ ഒരു പേജിൽ എഴുതി വെക്കും. എന്നിട്ട് ആളുകൾ നോക്കുമ്പോൾ ഭയങ്കര ആഫ്രിക്ക ഉണ്ടെന്ന് അറിഞ്ഞുപോലും കൂടാതെ ഇവിടെ ജീവിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ പണ്ട് കാലത്ത് ഇവിടെ ഭയങ്കര സമാധാനമാണെന്ന് പറയുന്ന സമയത്ത് ആഫ്രിക്ക ഉണ്ടെന്നും അമേരിക്ക ഉണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ ഈ കഴുതകൾക്കൊക്കെ. അവന്മാരാണ് എഴുതുന്നുണ്ട് പറയുന്നത് പണ്ട് കാലത്ത് എന്തൊരു സമാധാനം എന്ന്. ഞാൻ പക്ഷെ അലക്സാണ്ടർ ഗ്രീസിൽ നിന്ന് ഇവിടെ വരെ വെട്ടിക്കൊന്ന് ചാവി വരും. മംഗോളിയെന്ന് സ്പെയിൻ വരെ ജംഗിസ് ഖാൻ ഓടി സകലരെയും വെട്ടിക്കൊന്ന് നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങൾക്ക് 4% പെണ്ണുങ്ങളെ ഗർഭം അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനത മുഴുവൻ നോക്കിയാൽ മതി. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഇത്രയും ക്രൂരമായ ഒരു പ്രാകൃത സമൂഹത്തിനകത്തു നിന്ന് പരസ്പരം ചാകാത്ത 2ാം ലോകമായത്തും 1ാം ലോകമായതൊക്കെ കഴിഞ്ഞതല്ലേ. ഇപ്പം നമ്മളാണോ അതൊക്കെ ജീവിതം ചെയ്തത്? എന്ത് ഏറുമാരെല്ലാവരോട് പറയുന്നേ? കാശിന് കൊള്ളാത്ത വിദ്യാഭ്യാസം നിലനിർത്തുന്ന വഴി ഉണ്ടാകുന്നതാണ് ഇതൊക്കെ. വിദ്യാഭ്യാസം സ്കൂളാണ് പറഞ്ഞാൽ അമ്പലം പള്ളിയും പോലെ പണ്ട് കാലത്ത് ഒരു പ്രയോജനമില്ലാത്ത സ്കൂളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്വാസം മുട്ടുന്ന സ്കൂളുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് കുട്ടികൾ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വശത്തോടെ പറയുകയും ജീവിക്കാൻ പറ്റാതാക്കുകയും ചെയ്തിട്ടിരിക്കുന്ന സംഘർഷം ഇഷ്ടം പോലെ ഉണ്ട്. നിരോധിച്ച് ഈ സകല സാധനങ്ങൾ മദ്യവും ഇതിനെല്ലാം ക്രിമിനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുറ്റവാളികളായിട്ട് എല്ലാവരും മാറും. ദരിദ്രവാസികളായ ആൾക്കാർ പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് നിരോധിച്ച സാധനങ്ങളെല്ലാം വിൽക്കും. നിരോധിക്കരുത്. ചാരായം നിരോധിച്ച സമയത്ത് ഞാൻ ഏകാനനെ പോയി നേരിട്ട് കണ്ട് പറയും, എഴുതി പബ്ലിഷ് ചെയ്ത് അയക്ക് കൊടുത്ത കത്ത്. നിരോധിച്ചാൽ ക്രിമിനലായ സമൂഹം ഉണ്ടാകും. ലോകത്തെന്നും തെളിവായത്. അഗ്രസീവായിട്ട് ദരിദ്രരായ ആൾക്കാർ വിൽക്കും. ഇത് വില കൂടുതലായത് കാരണം കൊണ്ട് ഉപയോഗിക്കുന്നവർ വീണ്ടും അവർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവരും വിൽക്കുന്നവരായിട്ട് മാറും. ഇത് നിരോധനം കൊണ്ടാണ്. നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചോ, ആർക്ക് വേണം എന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ മദ്യം ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും ദിവസവും കഴിക്കുന്നുണ്ടോ? ഇവിടെ ഗവൺമെന്റ് വിൽക്കുന്നില്ലേ? പിന്നെന്താ, സുലഭമായി കിട്ടിയാൽ മേടിക്കുമെന്നാണല്ലോ സിദ്ധാന്തം. അങ്ങനെ അല്ലത്. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നിരോധനത്തിന്റെ യുക്തി കൊണ്ടാണ് നിർദ്ദയമായ സ്കൂളുകളും നിരോധിച്ച മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ട് ഇവരെല്ലാരും മാറും. ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് എഴുതിയതാ. ഇപ്പൊ ഈ കാണുന്ന നിങ്ങൾ ഈ പറയുന്ന ഈ മോശപ്പെട്ട, അല്ലാതെ ഭയങ്കര സമൂഹവും ഭയങ്കര പ്രശ്നമാണെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന സാധനം ഉണ്ടായത് എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പരീക്ഷ ഇട്ട് ആളുകളെ ശ്വാസം മുട്ടിച്ച് ദ്രോഹിച്ച് ക്യാമറയും വെച്ച് രാവിലെ തൊട്ട് മോണിറ്റർ ചെയ്ത് ഉണ്ടാക്കുന്ന, ഒപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് ശ്വാസം മുട്ടിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഔട്ട്ലെറ്റായി ഈ സകല സാധന ലഹരിയും മാറും. സാമൂഹികമായ പ്രശ്നമുള്ള സകല സ്വാമിമാരും കഞ്ചാവ് വലിച്ച് ഈ കുംഭമേളയിൽ പോയി കുളിച്ചവരല്ലേ, അവനെല്ലാം എന്താ പിടിച്ച് ജയിലിലിടാത്ത? നിരോധിക്കാത്തത് എന്താണ്? ഇവിടുത്തെ പോലീസുകാരുണ്ടല്ലോ, ഈ കേരളത്തിലെ പോലീസുകാർ ഭയങ്കര ഇത് നിരോധിക്കണം, നമ്മളെല്ലാം ഇടപെട്ട്. എന്നാൽ ഇവനെല്ലാം കുംഭമേളയിൽ പോയിട്ട് ആ സ്വാമിമാരെ പിടിച്ചെന്താ ഇടാത്ത? മിണ്ടില്ല. നിങ്ങൾ പറ, ഒരൊറ്റ സ്വാമി ഈ അറിയപ്പെടുന്ന ലോകത്ത് ഇപ്പൊ ഇരിക്കുന്ന യോഗി തൊട്ട് സകലവനെ എടുക്ക്, ഇവനൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഞ്ചാവ് വലിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് ശിവമൂലിയ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഈ പറയുന്ന ന്യായം ഒന്നും അതിനകത്തില്ല. സകല സ്പിരിച്വൽ എക്സ്പീരിയൻസും ഹൈറ്റൻ ചെയ്യാൻ, കൂട്ടാൻ വേണ്ടി കഞ്ചാവ് വലിച്ചിരിക്കുന്ന സ്വാമിമാരേ ഉള്ളു ആ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങിയ ഈ തുണിയില്ലാത്തവന്മാർ മുഴുവനും. എന്നിട്ട് അവരെ ആരെങ്കിലും പിടിച്ചോ? ഇവരാരെങ്കിലും? ഇതെന്തു ഈ പറയുന്നതൊക്കെ? ഞാൻ പറയുന്നത്, പാവം പിടിച്ച സാധാരണക്കാര് കള്ളും കുടിച്ചുകൂടാ, കഞ്ചാവ് വലിച്ചുകൂടാ, അത്ര അർത്ഥമേ ഉള്ളൂ. കാരണം നാളെ രാവിലെ എണീറ്റ് അവനെ നമ്മുടെ തെങ്ങേ കയറാൻ ആളായിട്ട് വരണം. ടാറ്റ കള്ളു പിടിച്ചാൽ ദാരിദ്ര്യം വരുമോ വീട്ടിൽ? കള്ളു പിടിച്ച് ദരിദ്രരായി പോകുമെന്ന് പറയത്തില്ലേ? കൂലി കൊടുക്കാത്തതുകൊണ്ടാ ദരിദ്രരാകുന്നേ, മദ്യം കഴിക്കുന്നുണ്ടല്ല. ഇത് അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ എനിക്കും അറിയാം. പക്ഷെ സിഗരറ്റ് വയ്ക്കുന്നില്ല ഇവിടെ.
സിഗരറ്റ് ഇപ്പോഴും വെക്കുന്നില്ലേ? അതിന്റെ പുറത്തൊരു പടം വരച്ച് വെക്കുന്നതല്ലേ, ക്യാൻസറിന്റെ പടം വരച്ച് വെക്കുക എന്നുള്ളതല്ലേ ചെയ്യുന്നത്. ആ സിഗരറ്റ് നിക്കോട്ടിൻ എന്ന് പറയുന്നത് ഏറ്റവും അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതെന്തിനാണ് വിൽക്കുന്നത്? മദ്യം മദ്യം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നാണ്. 4ാമത്തെ മയക്കുമരുന്നാണ്. അതിന്റെ ഗ്രേഡ് എടുത്താൽ അതെങ്ങനെയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്? അത് രണ്ടും ആഠ്യന്മാരുടേതാ, അത്രേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നമില്ല. അല്ല, മദ്യം കഴിച്ചിട്ടുണ്ടാക്കുന്ന സാമൂഹിക ദ്രോഹം പോലെ തന്നെയാണ് ബാക്കി ഏത് മയക്കുമരുന്നും. അല്ലാതെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചവർ ഇവിടെ ആളുകളെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഒരമ്മയെ വെട്ടിയ കഥ പറഞ്ഞിട്ട് പറയും, അമ്മയെ എല്ലാ ഭാര്യമാരെയും ദിവസവും അടിക്കുകയും വെട്ടുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ പുരുഷന്മാർ മുഴുവനും. അതിനെപ്പറ്റി അപ്പൊ ചർച്ച ചെയ്തില്ലല്ലോ. ഇതാണ് സെലക്റ്റീവായി പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. കഞ്ചാവ് വലിച്ച് ഇതുവരെ ആരെങ്കിലും വെട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കാരണം അത് അങ്ങനത്തെ ഒരു അഡിക്ഷൻ പോലും ഉണ്ടാക്കത്തില്ല. ഡി അഡിക്ഷൻ സെന്റർ നടത്തിയ ഒരു മനുഷ്യനാണ് ഞാൻ. അഡിക്ഷൻ മാറ്റാൻ ഉപയോഗിക്കുന്ന വീനിങ് എന്ന് പറയും. ഹാർഡായിട്ടുള്ള അഡിക്ഷൻസ് മാറ്റാൻ മദ്യപാനം, LSD അല്ലെങ്കിൽ കൊക്കൈനോ ഒക്കെ ഉപയോഗിക്കുന്ന, കറുപ്പൊക്കെ ഉപയോഗിക്കുന്ന കൂടുതൽ ശക്തമായ അഡിക്ഷൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് അവരെ മാറ്റുന്നത്. എന്നിട്ട് അതിനെയാണ് ആദ്യം കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് പാവം പിടിച്ച അമ്മമാരെ പിടിച്ച് ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കും. എന്നാൽ കഞ്ചാവ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥിനെ എന്താ അവന്മാർ പിടിക്കാത്തതെന്നാ എന്റെ ചോദ്യം. കുംഭമേള വന്ന സ്വാമിമാരെ പിടിക്കാത്ത എന്താണെന്ന ചോദ്യം. ഇതൊക്കെ 2 തട്ടിൽ പറയുന്നതാണ്. മദ്യം ലോകത്തുള്ള സകല പ്ലെയിനിലും കൊടുക്കും. ട്രെയിനിൽ കുടിച്ചാൽ നമ്മളെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ദീർഘരാശി കുടിച്ചുകൂടാന്നുള്ള മാത്രമേ അർത്ഥമുള്ളൂ. നമ്മൾ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ധാർമ്മിക രോഷക്കാർ ഈ പറയുന്നതൊക്കെ നിങ്ങൾ നിരോധിച്ചാൽ അത്രത്തോളം വിൽക്കപ്പെടും. ഇന്ന് ആ ഗുജറാത്തിലെ മദ്യം നിരോധിച്ചു വച്ചിരിക്കുകയാണ്. ഇത്രയും അധികം ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വേറെ രാജ്യമില്ല. അവിടുന്നാണ് അത് മുഴുവനും കൂടെ ഈ മോദിയുടെ വീട്ടുകാർ തന്നെയാണ് ആ സാധനം മുഴുവൻ ഈ ഇന്ത്യ മുഴുവനും പരത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അദാനിയുടെ പോർട്ടിലാണ് 21,000 കോടി രൂപയുടെ ആണ് പിടിച്ചത് ഈ കഴിഞ്ഞ ആഴ്ച. ഇത് എവിടെ നിന്ന് വരുന്നതാണ്? നിങ്ങൾ എന്ത് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇത് മുഴുവൻ നമ്മൾ നോക്കിയാൽ മതി. 2 തട്ടിൽ ഇതിനെ മുഴുവനും കൈകാര്യം ചെയ്തിട്ടായി പറയുന്നത്. കുട്ടികൾ ഇത് ഉപയോഗിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യ ബോധം ഉണ്ടാക്കുന്നത്, ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും ഇതിനകത്ത് എത്രയാണെന്നും എന്ത് ചെയ്യണമെന്നും. ഒരു മോട്ടോർ സൈക്കിൾ മേടിച്ച് ഓടിക്കുമ്പോൾ അത് ഓടിക്കാൻ പഠിപ്പിക്കുകയും അത് നിയന്ത്രിതമായി ഓടിക്കാൻ പഠിപ്പിക്കുകയല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ പഠിപ്പിക്കേണ്ടതാണ്. ലൈംഗിക ബന്ധം ഇതുപോലെയാണ്. അപ്പുറത്തിരിക്കുന്നവരുടെ ബഹുമാനത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരു പുരുഷനും അറിഞ്ഞൂടാ. ഇതൊക്കെ പഠിപ്പിക്കേണ്ട സ്ഥലമാണ്. ഇതൊന്നും പഠിപ്പിക്കാതെ നിരോധിച്ചുണ്ടാക്കി നേരെയാക്കാനായിട്ട് വടിവെച്ച് അടിച്ച് ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ പറയുന്നത്, ക്രിമിനലുകളുടെ ലോകമാണ്. അപ്പൊ ഈ സ്കൂളിലെ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് എഡ്യൂക്കേഷൻ ആണ് അവിടെ ഇല്ലാത്തത്. ഇതുവരെ ഭരണഘടന വായിച്ചിട്ടുണ്ടോ സ്കൂളിലെ? പിന്നെ എന്തിനാ രാവിലെ എണീറ്റ് ദൈവം തമ്പരാൻ എന്നെ ഉണ്ടാക്കിയതാണെന്ന് നമ്മളുടെ പാട്ടും പാടിയിരിക്കുന്നിടത്ത് നിന്ന് എന്ത് പഠിക്കാനാണ് പോകുന്നത്? ഈ കഞ്ചാവ് മുഴുവൻ വെക്കുന്ന ഈ ദൈവമാണ്. അതെന്താ നടപടിയെടുക്കാത്ത പാർട്ടിയുടെ പിന്നിലെ? ദൈവമല്ലേ ഉണ്ടാക്കിയിരിക്കുന്നേ? മൈത്തനെ തന്നെ പറഞ്ഞിട്ടുണ്ടായി ദൈവം ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ദൈവം ഇല്ലെന്ന് അറിയുന്ന, മനുഷ്യനുണ്ടാക്കിയ ദൈവം ഉള്ളെന്ന് അറിയുന്നുണ്ട്. അത് വേറെ വിഷയമാണ്.